ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വൈറലായിട്ടുള്ള 2 ബുൾസൈ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ബുൾസൈയാണ് കേട്ടോ എടുക്കേണ്ടത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കണം അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അത് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്, പുഴുങ്ങി എടുത്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കേട്ടോ. പിന്നെ ഒരു 4 അല്ലെങ്കിൽ 5 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. സൈസിനനുസരിച്ചിട്ട് ചെറുതായതുകൊണ്ട് ഞാനിവിടെ 5 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു 2 ടേബിൾ സ്പൂണ് വിനേഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ മിസ്സായി പോയതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും 1/2 കപ്പ് പാലും കൂടി കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, തിളപ്പിച്ച് ആറിയിട്ടുള്ള. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണേ. ഇപ്പോൾ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആണല്ലേ, അത്രക്കൊരു തിക്നെസ് ആയിട്ടാണ് ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെക്കാട്ടിലും തിക്കാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം വേണ്ടതുകൊണ്ടാണ് ഇത്ര അധികം ആക്കിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത്രത്തോളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അളവ് പകുതിയാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, എൻ്റെ ഒരു തിക്നെസ് ഈ ഒരു കറക്റ്റ് തിക്നെസ്സാണ് കേട്ടോ എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്കും കുറച്ച് ലൂസാക്കിയിട്ട്, വല്ലാണ്ടങ്ങ് തിക്കല്ല, എന്നാലും കുറഞ്ഞ അളവിൽ ലൂസ് വേണം. ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കിക്കൊണ്ട് നോക്കണം. ഞാൻ 2-3 രീതിയിൽ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് ചെയ്തിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇനി നമ്മൾ മയോണൈസ് വേണം എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി. ഇത് നമ്മൾ 1-2 ദിവസം സ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ എടുത്തിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.